ഇതെന്താ മുറുകാമിയുടെ നോവൽ? This dream is going to collapse now. അപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പെൻഡുലം. അതിന്റെ റിവ്യൂ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിലായിട്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പടം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം OTT റിലീസ് ആയപ്പോഴേക്കും കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നൊക്കെ. ബട്ട് തിയേറ്ററിൽ കണ്ട ആ ഓർമ്മ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം ഒന്നുകൂടെ കണ്ടിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. പെൻഡുലം എന്ന മൂവി ശരിക്കും സംസാരിക്കുന്ന വിഷയം ലൂസിഡ് ഡ്രീമിംഗ് ആൻഡ് ഷെയർഡ് ഡ്രീംസിനെ കുറിച്ചാണ്. മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴോ ഇത് ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇയാളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? മേ ബി മിക്ക ആളുകൾക്കും ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും. പേഴ്സണലി ഇങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ ഒരു പെൻഡുലം എന്ന മൂവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾറെഡി ഡ്രീമിൽ കണ്ട സ്ഥലങ്ങൾ റിയാലിറ്റി വരുമ്പോൾ എവിടെയോ കണ്ടു മറന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ കേസിൽ ഡ്രീം ലൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്ലൈമാക്സിലാണ് ഹീറോ ആ ലൂപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ആരാണ് അമീർ എന്ന കാര്യം. എനിക്ക് തോന്നിയത് ഈ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അമീർ. ബട്ട് ഈ ഒരു രൂപമാകണം എന്നില്ല. അപ്പോൾ പിന്നെ വരുന്ന ചോദ്യം അമീർ എങ്ങനെ ജോൺ മാസ്റ്റർ ആയി എന്ന കാര്യമാണ്. അതിന് പറയാനുള്ളൊരു എക്സ്പ്ലനേഷൻ ശരിക്കും ആ ഒരു സ്വപ്നം മഹേഷിന്റെ ഏഞ്ചലിന്റെ അല്ല, ശരിക്കും ആ ഒരു സ്വപ്നം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമീറാണ്. അതുകൊണ്ട് തന്നെ മഹേഷിന്റെ ഡ്രീമിൽ ജോൺ മാസ്റ്റർ എന്ന ആ രൂപം ഡിസൈൻ ചെയ്തത് അമീർ തന്നെയാണ്. ശരിക്കും ഈ ഒരു ഡ്രീം തുടങ്ങുന്നത് ഇവർ ആ ട്രിപ്പ് പോയി കഴിഞ്ഞ് രാത്രി മുതലാണ്. രാത്രി ഫോണും പിടിച്ചിറങ്ങി ഒരുപക്ഷെ മഹേഷ് ഡ്രീം ചെയ്യാൻ തുടങ്ങി കാണും. അപ്പോൾ ആണ് ഏഞ്ചലിനെയും അമീറിനെയും കണ്ടത്. ശരിക്കും മഹേഷിന് ആക്സിഡന്റ് സംഭവിക്കുന്നതും ഡ്രീമിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലോറി ഡ്രൈവറും കിളിയും എത്ര തപ്പിയിട്ട് ആളെ കിട്ടായിരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അപ്പോൾ തന്നെയാണ് മഹേഷ് ഡ്രീമിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. പിന്നെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ഇടയ്ക്ക് മഹേഷിന്റെ ഡ്രീമിൽ വന്ന് പറയുന്നുണ്ട് എന്റെ മോനെ കണ്ടുപിടിച്ച് തരാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന കാര്യം. പക്ഷേ ക്ലൈമാക്സിലായിട്ട് അമീർ മരിച്ചു. മേ ബി അമീർ എവിടെയാണെന്ന് അറിഞ്ഞത് കൊണ്ട് കൂടി ആയിരിക്കും ആ ഒരു ലൂപ്പ് അവസാനിച്ചത്. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് ആയിരിക്കണം അമീർ എന്തിനാണ് ഇങ്ങനൊരു സ്വപ്നം ഡിസൈൻ ചെയ്ത് ഇവരെ രണ്ടുപേരെയും ഇതിൽ കുടുക്കിയിരിക്കുന്നതെന്ന്. അതിനുള്ള റീസൺ എനിക്ക് തോന്നിയത് ശരിക്കും മഹേഷ് ആദ്യം വന്നത് മേ ബി ഏഞ്ചലിന്റെ സ്വപ്നത്തിലായിരിക്കണം. കാരണം അമീറും ഏഞ്ചലും ഈ ഒരു കാര്യം സംസാരിക്കുമ്പോഴേ മഹേഷിനെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം പറയുന്നുണ്ട് അമീറിനോട് അവൾ ഇവിടെ ഒറ്റയ്ക്കല്ല വന്ന എന്നൊരു കാര്യം. ഒരു പക്ഷേ അത് കഴിഞ്ഞ് അമീർ അറിയാതെ ഏഞ്ചൽ ഷെയർഡ് ഡ്രീംസ് ചെയ്യാറുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം ഏഞ്ചലിനോട് ദേഷ്യപ്പെട്ടത്. ബട്ട് ഇതൊന്നും അറിയാതെ ആയിരിക്കും അമീറിന് ഓർമ്മ നഷ്ടപ്പെട്ടത് ആ ഒരു സ്കൂൾ വെച്ച്. ബട്ട് എപ്പോഴെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഡ്രീമിലേക്ക് മഹേഷിനെ തന്ത്രപൂർവ്വം ജോൺ മാസ്റ്റർ എന്ന ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് ഏഞ്ചലിനെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതായിരിക്കാം. എന്നിട്ട് എന്താണ് നടന്നതെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. അത് അമീറിന് അറിയുകയും വേണം. അവസാനം പറയുന്നുണ്ട് ദർഗ തെരുവിലെ S87 വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന്. ബട്ട് അമീർ ഓൾറെഡി മരിച്ചു എന്നൊരു കാര്യമാണ് മഹേഷ് അവിടെ കാണുന്നത്. ഓൾറെഡി തന്നെ ലൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രീം തകർന്നു. ഈ ഒരു ക്യാരക്ടർ അത് പറയുന്നുണ്ട്. ശരിക്കും അമീറിന് അറിയേണ്ടത് അറിയാനുള്ളൊരു ഡ്രീമായിട്ടാണ് എനിക്കിത് തോന്നിയത്. മേ ബി വേറൊരു എക്സ്പ്ലനേഷൻ ഇതിന് ഉണ്ടായിരിക്കാം. ഇത് തന്നെ ആകണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇപ്പോഴൊരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. എനിക്കിതാണ് പോസിബിൾ ആണെന്ന് തോന്നിയൊരു കാര്യം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.